രാധാകൃഷ്ണൻ, കേരളത്തിൽ വലിയ മഹാക്ഷേത്രങ്ങളുടെയൊക്കെ മേഖല ഈ ജിഹാദികൾ കയ്യേറാനായിട്ട് കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് നടക്കുന്നുണ്ട്. ശബരിമല, ഗുരുവായൂർ. ഇപ്പോൾ ഗുരുവായൂരൊക്കെ ഒരു യുവതി പോയിട്ട് കാല് മറ്റേ കുളത്തിൽ മുക്കുന്നത് ഒരു യാദൃശ്ചികമൊന്നുമല്ലല്ലോ, നിഷ്കളങ്കമല്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഇപ്പം നമ്മൾ കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂര് മാടായി ദേവീക്ഷേത്രം, മാടായി ദേവീക്ഷേത്രം, മാടായി ഭഗവതി എന്ന് പറയുമ്പോൾ വലിയ വിശ്വാസമുള്ളതാണ്. കാരണം നാട്ടിൽ വിത്തെറിയുന്ന ഭഗവതിയാണ്. മസൂരി, ആ പ്രദേശത്തൊക്കെ മസൂരിയൊക്കെ വന്ന് പണ്ട് ധാരാളം ആളുകൾ മരിച്ചു പോയിട്ടുമൊക്കെ അവർക്ക് രക്ഷയായിട്ട് ഭഗവതിയാണ് അവരുടെ വിശ്വാസം. ഞാൻ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്, പാപസ്നാനം. നമ്മുടെ കൊച്ചിയിലെ രാജാവിന്റെ മകൻ ജേക്കബ് രാമവർമ്മ, അദ്ദേഹം താമസിച്ചിരുന്ന പ്രദേശമാണ്. അദ്ദേഹം തലശ്ശേരിയിൽ ഗുണ്ടർട്ടിന്റെ കൂടെ ഒക്കെ താമസിച്ചിരുന്നതാണ്. അദ്ദേഹം മസൂരി വന്നിട്ടാണ് മരിക്കുന്നതൊക്കെ. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി ചിലർ പ്രാർത്ഥിക്കുന്ന, മാടായി കാവിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്ന, മറ്റേ നമ്മുടെ ആദ്യത്തെ ചെറുകഥ എഴുതിയ നായനാരുടെ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ, അവരുടെയൊക്കെ ഒരു കുടുംബക്ഷേത്രം എന്നൊക്കെ പറയാവുന്ന സ്ഥലമൊക്കെയാണ്. അവിടെ മുമ്പൊക്കെ ബംഗാളിൽ നിന്ന് വരുന്ന ശാക്തേയ പൂജാരികളൊക്കെ ഉണ്ടായിരുന്നതാണെന്നൊക്കെ ഞാൻ വായിച്ചിട്ടുമൊക്കെ ഉണ്ട്. എന്തായാലും ഈ മാടായി ഭഗവതിയെ കൂടി പിടിച്ചടക്കണം, ഭഗവതിയെ ജിഹാദിയാക്കണം എന്നൊക്കെ താല്പര്യമുള്ള ഒരു സംഘം കഴിഞ്ഞ ദിവസം ഒരു വാഹനത്തിൽ 30ഓളം സ്ത്രീകളെ മാടായിക്കുന്നിൽ കൊണ്ട് ഇറക്കിയതായിട്ട് വാർത്തകൾ വന്നിട്ടുണ്ട്. എന്താണ് ഈ അജണ്ടയുടെ പിന്നിൽ? അല്ല, ഈ അജണ്ട ഇന്ന് ഒടുങ്ങിയതായിട്ട് ഞാൻ കരുതുന്നില്ല. ഇതിന് കുറച്ചും കൂടി ഒന്ന് പുറകിലേക്ക് പോയി നോക്ക്. എവിടെയൊക്കെ വലിയ ഹിന്ദു ക്ഷേത്രങ്ങളുണ്ടായിട്ടുണ്ടോ, വാരണാസി, മധുര, അയോധ്യ, എവിടെയൊക്കെ നിങ്ങൾ എവിടെ വേണമെങ്കിലും നോക്കിക്കോളൂ. എവിടെയൊക്കെയാണോ വലിയ രീതിയിൽ ആരാധകരുള്ള, ഭക്തരുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങളുള്ളത്, അതിൻ്റെ എല്ലാം തൊട്ടടുത്തായിട്ട് ഒരു മുസ്ലിം പള്ളി കൂടി വെക്കുന്ന ഒരു രീതി മുസ്ലിങ്ങൾക്ക് പൊതുവെ കാണാൻ പറ്റും. കാശി, മധുരയൊക്കെ ഉദാഹരണങ്ങളാണ്. വേറെ ഇങ്ങനെ അല്ലാത്ത പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തിന് തിരുവനന്തപുരത്ത് എന്താണ് അതിൻ്റെ പേര്, പാളയം പള്ളി, തൊട്ടടുത്തിരിക്കുന്ന കാരണം, ആ ഗണപതി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് വന്ന കാരണം മതസൗഹാർദ്ദം പുലരുന്നുണ്ടെന്നാണ് പറയണത്. എൻ്റെ ഒരു ചോദ്യം, ഒരു 500 അടി മാറ്റി പള്ളി വെച്ച് കഴിഞ്ഞാൽ മതസൗഹാർദ്ദത്തിന് തകരാറ് പറ്റുമെന്നുള്ളതാണ്. മധുരയിൽ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഒരേ മതിലാണ് ക്ഷേത്രത്തിൻ്റെയും പള്ളിയുടെയും. എന്തായാലും ശരിയാണില്ല. ഈ മുഹമ്മദ് ജനിക്കുന്നതിന് മുൻപേ ഉണ്ടല്ലോ ഈ പറഞ്ഞ വിശ്വാസവും സങ്കല്പവും ക്ഷേത്രവും. കഷ്ടകാലത്തിന് അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഈ മുഹമ്മദ് വന്നതിന് ശേഷം 712 തുടങ്ങി 712 ഈ ഖിൽജി വന്നിട്ട് ഇത് സിന്ധ് ആക്രമണം നടക്കുന്ന ആ കാലം തുടങ്ങി ജസിയയെ പിന്തുടർന്നുകൊണ്ട് ഇസ്ലാമിക ഭരണകൂടങ്ങൾ വന്നവരെല്ലാവരും തന്നെ ഹൈന്ദവ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ക്ഷേത്രങ്ങളെയും ആക്രമിക്കുന്ന ഒരു രീതി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിൽ ഈ സാമൂതിരി എന്ന് പറയുന്ന കക്ഷി അങ്ങനെ വെറും കച്ചവടക്കാരനും വൃത്തികെട്ടവനുമായിരുന്നു. ആരും ഒരു സംശയവും വേണ്ട. സ്വന്തമായി കപ്പലൊക്കെ ഉണ്ടായിരുന്നു. ആ കപ്പൽ സ്വന്തമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട്. കച്ചവടക്കാരനായിരുന്നു. അതുകൊണ്ട് അങ്ങേര് ഒരു രാജാവായിരുന്നില്ല. അങ്ങേർക്ക് കച്ചവട താല്പര്യത്തിന് അനുസൃതമായിട്ടാണ് അങ്ങേരെ എല്ലാം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണല്ലോ കച്ചവട താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേ കടപ്പുറത്തുള്ള ഹിന്ദു മുക്കുവരുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരു പുരുഷൻ ജനിക്കുകയാണെങ്കിൽ അയാളെ ഇസ്ലാമാക്കി വളർത്തണമെന്ന് തിട്ടൂരമിട്ട് സ്റ്റേറ്റ് സ്പോൺസേഡ് കൺവേർഷൻ നടപ്പിലാക്കിയ ഹീനനാണ് ഈ സാമൂതിരി എന്ന് പറയുന്ന കക്ഷി. അങ്ങേരുടെ വേറെയും പരിപാടികളുണ്ട്. അപ്പോൾ അങ്ങേരാണ് ഈ ക്ഷേത്രം പണിയാൻ വെച്ചിരുന്ന കല്ലെടുത്ത് കൊടുത്തു. ക്ഷേത്രം പണിയാൻ വെച്ചിരിക്കുന്ന കല്ലെടുത്ത് കൊടുക്കുന്നതല്ല മതസൗഹാർദ്ദം. അവർക്കൊരു പള്ളി പണിയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു, ഓക്കെ, അവർക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്. അത് ക്ഷേത്രം പണിയാനുള്ള കല്ലും ക്ഷേത്രം പണിയാനുള്ള മരവും എടുത്ത് കൊടുത്തുകൊണ്ടാണെന്നുള്ളത് എങ്ങനെയാണ് മഹത്വം വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ക്ഷേത്രം തന്നെ പള്ളിയാക്കിക്കോന്ന് പറഞ്ഞ് ക്രൈസ്തവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവര് അത് ഭയങ്കര മതേതരത്വത്തിന്റെ മാതൃകയല്ലേ? ഇല്ല, ഒരിക്കലും അല്ല. എന്തിനാ അങ്ങനെയാണോ മതേതരത്വം സ്ഥാപിക്കേണ്ടത്? ഇതാണോ മതേതരത്വം എന്ന് പറയുന്നത്? നിങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനാ സങ്കേതങ്ങളും ക്ഷേത്ര സങ്കേതങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടാണോ മതേതരത്വം സ്ഥാപിക്കേണ്ടത്? അല്ലല്ലോ.
എന്താ അത് നിലനിന്ന മതേതരത്വം വരില്ലേ? വേറെ പറമ്പിൽ വെക്കാലോ അല്ലേ? അതെ, അത് അല്ലാതെ അമ്പലം കൊടുക്കേണ്ട കാര്യം അല്ല, അത് നിലനിന്ന മതേതരത്വം ഇല്ലാതെ ആയി പോവുക. എൻ്റെ ചോദ്യം അതാണ്. ഇത് നിലനിന്ന് കഴിഞ്ഞാൽ ഈ മതേതരത്വം ഇല്ലാതെ ആയി പോവുമോ? ഇവിടെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഗുരുവായൂരായാലും ശരിയാണ്, കൊടുങ്ങല്ലൂരായാലും, നിങ്ങൾ എവിടെയൊക്കെ എടുത്തു നോക്കിയോ, എവിടെയൊക്കെയാണ് കൊടുങ്ങല്ലൂർ ഈ പറയുന്ന പള്ളി ഇരിക്കുന്നത് ഏതാണ്? മറ്റേ അമ്പലം ഉണ്ടല്ലോ, തിരുവഞ്ചിക്കുളമാണോ? തിരുവഞ്ചിക്കുളം കൊടുങ്ങല്ലൂരിന്റെ അടുത്താ. അല്ല, തിരുവഞ്ചിക്കുളം അമ്പല ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിൻ്റെ തൊട്ടിപ്പുറത്താണ് ഈ പള്ളി വരുന്നത്. അപ്പം അവിടെ തന്നെ വേണം എന്നാ പറയണത്. അപ്പോൾ എവിടെയെല്ലാം തിരുവഞ്ചിക്കുളത്ത് ഒരു ക്ഷേത്രം ടിപ്പു ആക്രമിച്ചിട്ടുമുണ്ട്. ഈ ഒരു സംഗതി ഉള്ളത്, എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയൊക്കെ ഈ രീതിയിലുള്ളൊരു പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇത് നിർത്തിയിട്ടില്ല അവർ. ഇപ്പം അതിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഹൈന്ദവർ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിലെല്ലാം പോയിട്ട്, ഇപ്പം ശബരിമലയിലേക്ക് പോകുമ്പോഴാണ് മാടായിക്കുന്നിലേക്ക് വന്നിരിക്കുന്നത് പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനല്ലേ? അത് മറ്റേ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗത്തിൻ്റെ ഐക്യദാർഢ്യ പ്രഖ്യാപനമാണ്. ഒന്നാമത്തെ കാര്യം, ഈ പലസ്തീൻ ഉണ്ടായാലും ഉണ്ടില്ലെങ്കിലും നമുക്കെന്താണ്? അറബ് രാജ്യങ്ങൾക്ക് പലസ്തീൻ വേണ്ട. പക്ഷെ അവർ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഇത് മാടായിക്കുന്നിൽ പ്രഖ്യാപിക്കണമെന്ന് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അല്ല, അവർക്ക് പ്രശ്നമില്ലല്ലോ, അതുകൊണ്ട് അതുണ്ടാകില്ല. അല്ല, ഇവർക്ക് എന്താ ഇതിനകത്ത് കാര്യമുള്ളത്? അറബ് രാജ്യങ്ങൾക്ക് പലസ്തീൻ വേണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്നു? ഒരാൾക്കും ആഗ്രഹമില്ല. അറബ് രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം പലസ്തീന് വേണ്ടി നിൽക്കുന്നുണ്ടോ? ഇല്ല. ഇസ്രായേലിനോട് ഒഴിപ്പിച്ചോ, പക്ഷെ ഇങ്ങോട്ട് വിടണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പലസ്തീൻ എന്ന് പറയുന്നൊരു കാര്യം പലസ്തീനിലുള്ളവർക്ക് പോലും ഇപ്പോൾ താല്പര്യമില്ല. കാരണം അതൊക്കെ പോയി. പലസ്തീൻ ഇഷ്യൂ ഇപ്പോൾ ചർച്ചയിലില്ല. ഇപ്പം ഗാസയാണ് ചർച്ച. ഹൂത്തികളാണ് അതിനു വേണ്ടി നിലകൊള്ളുന്നത്. പലസ്തീൻ PLO പോയി. പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എവിടെ പോയി? അതിൻ്റെ ആർമി എവിടെ പോയി? അതില്ലല്ലോ. ഇപ്പോൾ ഉള്ള ഹൂത്തികളാണ്. ഹൂത്തികൾ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ്. അവരാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ടെററിസ്റ്റ് ഓർഗനൈസേഷന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമി പോലുള്ളൊരു സംഘടന യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ തന്നെ ആവശ്യപ്പെട്ടിട്ട് അതിനെ നിരോധിക്കാൻ പറയേണ്ടതാണ്. ഇവർ എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ഒരു തന്ത്രമുണ്ട്. ഹമാസിനെ മാടായി ഭഗവതി രക്ഷിച്ചു കൊടുക്കണം എന്നാണ് ഈ പറയുന്നത്. ഹമാസിനെ മാടായി ഭഗവതിയുടെ അടുത്ത് അല്ലാതെ തന്നെയല്ല, അവിടെ വന്ന് ഈ മാടായി കുന്ന് ലക്ഷ്യം വെക്കാനുള്ള കാരണം എന്താണെന്ന് ആദ്യം തന്നെ ഇവർ പറയട്ടെ. കാരണം അവിടെ ഹൈക്കോടതിയുടെ വിധിയുണ്ട്, അവിടെ ഒന്നും നടത്തരുതെന്ന് പറഞ്ഞു. അത് മാടായി ദേവസ്വത്തിൻ്റെ ഭൂമിയാണ്, അവിടെ കയറിയിട്ട് രാഷ്ട്രീയക്കാർ കയറി നിറങ്ങരുതെന്ന് പറഞ്ഞ് ഹൈക്കോടതിയുടെ വിധിയുണ്ട്. ആ വിധി ഉണ്ട് എന്നറിയാത്തവരാണോ ജമാഅത്തെ ഇസ്ലാമികൾ? അല്ല, 100 വട്ടം അറിയാവുന്ന ആള്. അപ്പോൾ അവർ അറിഞ്ഞുകൊണ്ട് ആ വിധി ലംഘിക്കാൻ തീരുമാനിച്ചതിൻ്റെ ലക്ഷ്യം എന്താണ്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് വഖഫിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രശ്നം. ഇത് വഖഫ് ഭൂമിയാക്കി രജിസ്റ്റർ ചെയ്യിച്ച് എടുക്കുന്നതിനുള്ളൊരു ഗൂഢ നീക്കമാണ് ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നത്. മാടായിക്കാവിനോട് അനുബന്ധിച്ചൊരു മോസ്ക് പണിയണം, എന്നിട്ടൊരു മോസ്ക് പണിയണം, എന്നിട്ട് പറയും ഇത്. അപ്പോൾ ഉടനെ തന്നെ ഇവിടുത്തെ പുരോഗമനവാദികളായ ഈ തലക്ക് വെളിവില്ലാത്ത കുറേ എണ്ണം ഉണ്ടല്ലോ, സാഹിത്യം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന അവറ്റകൾ. സാഹിത്യകാരന്മാർക്ക് ആർക്കാണ് ഇവിടെ തലക്ക് വെളിവുള്ളത്? വളരെ കുറവുകൾക്കല്ലേ ഉള്ളൂ. അശോകൻ ചെരുവിലിന് മാത്രം വെളിവുണ്ടെന്ന് തോന്നുന്നു എന്നാണ് പുരോഗമന കലാ സാഹിത്യ സംഘം പറയുന്നത്. അവരെല്ലാം കൂടി പറയും, കണ്ട മാടായി കാവിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു മുസ്ലിം പള്ളി, അവിടെ നിന്നുള്ള ഭഗവതിയുടെ സ്തോത്രവും ഇവിടെ നിന്നുള്ള വാങ്കുവിളിയും ഒരുമിച്ച് ചേർത്ത്. സ്റ്റുപ്പിഡിറ്റി. വാട്ട് ഈസ് മെൻ ബൈ ദിസ്? അട്ടർ ഫൂളിഷ്നെസ്. ഇങ്ങനെയാണ് മതേതരത്വം സ്ഥാപിക്കേണ്ടത്? ഒരു പള്ളിക്ക്, ഒരു അമ്പലത്തിനൊരു പള്ളിയാണോ? ശബരിമല വന്നപ്പോൾ ഈരാറ്റുപേട്ട ഒരു മുസ്ലിം സെറ്റിൽമെൻറ്റാക്കി മാറ്റേണ്. ഇതൊക്കെ വളരെ നിഷ്കളങ്കമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് സാർ. ഇതൊക്കെ വളരെ നിഷ്കളങ്കമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളൊന്നുമല്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ വളരെ ആസൂത്രിതമായൊരു നീക്കമുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ പാലസ്തീന് എന്താണ്? ഒന്നാമത്തെ കാര്യം, അറബ് രാജ്യങ്ങൾക്കോ ഇസ്ലാമിക രാജ്യങ്ങൾക്കോ താല്പര്യമില്ലാത്ത പാലസ്തീൻ.
പലസ്തീൻ ലിബറേഷൻ ആർമി ഇല്ല, പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഇല്ല. അതെല്ലാം പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിനെ പിളർത്തിയിട്ടാണ് ഹൂത്തികൾ വന്നത്. ഹൂത്തികൾ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ്. ആ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഗാസ പിടിച്ചടക്കുന്നതിന് വേണ്ടി ഇസ്രയേലുമായിട്ട് യുദ്ധം നടത്തി അവർ പരാജയപ്പെട്ടു പോയി. അവരെ പിന്തുണച്ചിരുന്ന ഇറാൻ ഏതാണ്ട് അതിൽ നിന്ന് വിഡ്രോ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന്. ഇനി ചിലപ്പോൾ ആരെങ്കിലും വന്നേക്കാം. ഇപ്പൊ ശേഷിയില്ലല്ലോ, ഇപ്പം അതിനുള്ള ശേഷിയുമില്ല. അവരെ ഹൂത്തികളുടെ പ്രധാനമന്ത്രിയെ ഇസ്രയേൽ കൊന്നും കളഞ്ഞു. അപ്പോൾ ഈ ഹൂത്തികൾ അവർക്ക് വേണ്ടിയിട്ട് ഹൂത്തികൾ എന്ന് പറയുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി അവിടെ ഈ സ്ത്രീകളെ വെച്ചുകൊണ്ട് ഈ ഗോഷ്ഠി നടത്തിയത്. ഇതിനെ ശക്തമായിട്ട് അപലപിക്കുക എന്ന് മാത്രമല്ല, നിയമപരമായിട്ട് ഇവർക്കെതിരെ കേസെടുക്കണമെന്ന് മാത്രമല്ല, ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഒരു ഓർഗനൈസേഷനെ നിരോധിക്കേണ്ടതാണ് ഇതിൻ്റെയൊക്കെ പേരിൽ. കാരണം അവരെന്താ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവർ ഈ അർബൻ നക്സലൈറ്റുകളെ പോലെയാണ്. ഇവരെന്ത് വെച്ചാൽ ഇതിൻ്റെ താത്വിക ആചാര്യന്മാരുണ്ട്. അതിനകത്താണ് ശൂര എന്നാ മറ്റോട്ടാണ് പറയണത്. ആ താത്വിക ആചാര്യന്മാർ ഇരുന്നിട്ട് അവരുടെ പി ബി ഇവർ സിദ്ധാന്തം ഇറക്കിയിട്ട് കൊടുക്കും, നീ പോയിട്ട് ചെയ്തോളാൻ പറയും. ഈ പാവപ്പെട്ട മുസ്ലിംസിനെ ഇവർ ഈ തീവ്രവാദം പറഞ്ഞ് തെരുവിലിറക്കിയിട്ട് ഇവർ രണ്ടാം നിലയിൽ നിന്ന് ഇത് കാണും, തല്ല് നടക്കുന്നത്. ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്, അതറിയില്ലേ? ജമാഅത്തെ ഇസ്ലാമിക്കാർ ഒരു കേസിലും ഉൾപ്പെടില്ല. എല്ലാ കേസിൻ്റെ പിന്നിലും ഇവരുണ്ട്. കാരണം ശരീഅത്ത് നിയമപ്രകാരം രാജ്യം ഭരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നീങ്ങുന്നവരാണ് ഇവർ. അവർ ചെറിയ കക്ഷികളല്ല. അതിനു വേണ്ടിയിട്ട് ആളുകളെ പ്രേരിപ്പിച്ച് അയക്കുന്നവരാണ്. മൗദൂദി ഈസ് എ ഡേഞ്ചറസ് പേഴ്സൺ. മൗദൂദിസം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനും ഒരു ലോകത്തിനും ഗുണം ചെയ്യുന്ന ഒന്നല്ല. സെപ്പറേറ്റിസം, എക്സ്ക്ലൂസീവിസം ഇതൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ഹേറ്റ്രഡ്, വെറുപ്പ് പ്രചരിപ്പിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു സിദ്ധാന്തത്തിൻ്റെ പ്രയോക്താക്കളായിട്ടിരിക്കുന്ന ഇവരെ എന്തുകൊണ്ട് നിരോധിച്ചുകൂടാ? ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. എന്താ ഇവരെ നിരോധിക്കാത്തത്? ഇവരെ നിരോധിക്കുക തന്നെ വേണം. ബംഗ്ലാദേശിൽ ഇവർ നിരോധിക്കപ്പെട്ടു, ഒരുപാട് സ്ഥലങ്ങളിൽ ഇവർ നിരോധിക്കപ്പെടുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത് ഇൻ്റർനാഷണലാണല്ലോ മൗദൂദി സിദ്ധാന്തം. സൗദി അറേബ്യയിൽ മൗദൂദി ഉണ്ടോ? നടക്കില്ല. UAE നടക്കുക, ഖത്തറിൽ നടക്കുമോ, ഒമാനിൽ നടക്കുമോ? എവിടെ നടക്കും? ഇറാനിൽ നടക്കുക, ഇറാഖിൽ നടക്കുക. ഖത്തറിൽ മുസ്ലിം ബ്രദർഹുഡിനെ തന്നെ നിരോധിച്ച് നിലനിൽക്കാൻ ആഗ്രഹിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു രാജ്യത്തിനോ ഒരു സിദ്ധാന്തത്തിനോ എക്സ്ക്ലൂസീവായിട്ട് എവിടെയെങ്കിലും നിലനിൽക്കാൻ കഴിയുമെന്ന് പറയുന്നത് തന്നെ വിഡ്ഢിത്തമാണ്. പുതിയ കാലമല്ലേ. അതുകൊണ്ടാണ് ഒരു ഇൻക്ലൂസീവിസം പറയുന്ന ഭാരതത്തിൻ്റെ ദർശനമായ ഈ സനാതന ധർമ്മത്തിന് പ്രസക്തി കിട്ടുന്നതിൻ്റെ ഒരു ഇൻക്ലൂസീവിസം അതിന് ഇൻബിൽറ്റായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഈ മതേതരത്വം എന്ന് പറയുന്ന സർവമത സമഭാവന ലോകത്ത് അംഗീകരിച്ചിട്ടുള്ള ഏക ജീവിത രീതി സനാതനധർമ്മമാണ്. വേറെ ക്രിസ്ത്യാനിറ്റിയിലില്ല, ഇസ്ലാമിലില്ല, ജുഡായിസത്തിലില്ല. നിങ്ങൾ വേറെ എവിടെയാണ് പറിച്ചു തരൂ? അവരൊക്കെ എക്സ്ക്ലൂസീവിസമാണ് അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മാടായി ഭഗവതിയെ ഈ മതം മാറ്റാനുള്ള ശ്രമം ഹിന്ദു സമൂഹം ഒന്നിച്ച് അല്ല, മാടായി ഭഗവതിയെ മതം മാറ്റി മാടായി ക്ഷേത്രത്തെ പള്ളിയാക്കുന്നതിനുള്ള ഗൂഢപദ്ധതിയുടെ ഒന്നാമത്തെ കാൽവെപ്പാണ് ആ 30 പെൺകുട്ടികൾ അവിടെ നടത്തിയിരിക്കുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധവും പ്രതിരോധവും ഉണ്ടാകണം എന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ള കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.